ഇങ്ങനെ പെട്ടെന്നൊരു ആക്സിഡന്റൽ ഡെത്ത് വരുന്ന ആൾക്കാർ കുറച്ച് പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ മുൻകൂട്ടി എന്തോ അവരുടെ ഉള്ളില് ഒരു ഇതുപോലെ ഒരു വിളി പോലെ ഞാനിതാ പോവാറായി എന്നോ പെട്ടെന്ന് വേറൊരു വൈകാരികയോ ക്ഷീണമോ ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല. എനിക്കെന്തോ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബാക്കി പെൻഡിങ് ഉള്ള കാര്യം അവർ നമ്മളെപ്പോലെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതേ എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ, തിങ്സ് ടു ഡു, എന്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, എങ്ങാനും എനിക്ക് വല്ലതും പറ്റിയ നീ ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണേ എന്ന് ചിലർ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയുന്ന കുറെ പേര് അങ്ങനെ പറഞ്ഞു വെച്ചവരുണ്ട്. ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ചില ആൾക്കാർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നണടി അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു മരിക്കുന്നതിന് അത് കുറച്ച് ദിവസം മുന്നേ ആണ് ഇന്നസെന്റ് ഏട്ടൻ മരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കാണുക, ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുക വേട്ട. അപ്പം ഞാൻ ചോദിച്ചു എന്നാ ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? ഇല്ല വാട്ടാ, ഭയങ്കര വിഷമം, ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ, ഭയങ്കര വിഷമാ. ഇങ്ങനെ അല്ലാടി വാട്ടെ, ഇപ്പം നടന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ എന്തുവാട്ടാ ഇങ്ങനെ, കുറച്ചു നേരമല്ലേ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ കുറേ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പം എന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തുവാട്ടാന്ന് ചോദിച്ചു. വാവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ, ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത്, അപ്പോഴും ഞാനും പ്രായമാവുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഞാൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ, ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും, അപ്പം ഞാൻ ഓർത്ത ഏട്ടൻ വേറെ ശ്രദ്ധയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എനിക്കിട്ട് തന്നെ നോക്കും ഏട്ടൻ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു ഇതെന്നെ പതിവില്ല, അതെന്നെ പറ്റും? ഇല്ല വാവട്ടാ, കല്യാണം കഴിക്കണ്ട കേട്ടോ, ഞാൻ എപ്പോഴും നിന്നോട് തന്നെ ഉണ്ടാകും. അപ്പം ഞാൻ എത്ര ദിവസങ്ങൾക്ക് മുന്നേ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യമാണ്. ആ ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം. അപ്പം ഞാനത് പലരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറയാം കല്യാണം കഴിക്കണ്ട കേട്ടോ, അവിടെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, കല്യാണം കഴിക്കത്തില്ല എന്ന്. പിന്നെ എന്നോട് ചോദിക്കുക അന്നാ ആവട്ടെ ചെറുപ്പമല്ലേ, ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കട്ടെ, കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു ഓടിച്ച്, ഞാൻ പറഞ്ഞു പൊക്കോ എന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഞാൻ വിട്ട്. അതിനും ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് മെയ് 19 ബർത്ത്ഡേ ഏട്ടൻ്റെ, ജൂൺ 5 മരിക്കുന്നത്. ബർത്ത്ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷമായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ. അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു, എടാ കിച്ചു വാവട്ടാ, ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ, ഇവൻ ഞാൻ തന്നെ കേട്ടോ, ഇവൻ വാവുട്ടേന്ന് നിന്നെ വിളിക്കും, ഇവൻ ഞാൻ തന്നെ ആടി. ഞാൻ ചോദിച്ചോണ്ട് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നത്? അതുപോലെ ബോട്ടപകടം, ആ സമയത്ത് ഒരു ബോട്ടപകടം നടന്നു. ഇത് കണ്ടിട്ട് എന്നോട് പറയാ എൻ്റെ വാവക്കുട്ടെ എങ്ങനെ മരിച്ചാലും അപകടത്തിൽ, കാർ അപകടം, ബോട്ടപകടം, ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ബോട്ടിലൊന്നും കയറുകയും ചെയ്യില്ല, അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല. എനിക്ക് ഭയങ്കര പേടിയാവാ കുട്ട. കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കോമഡി സീനുകളും ഇന്നും മലയാളികൾ ഓർത്തിരിക്കും. അപ്രതീക്ഷിതമായ മരണം തകർത്തു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ പോലെ തന്നെ മലയാളികൾ ഒരുപാട് വേദനിച്ചു. അപകട വാർത്ത ടിവിയിൽ വന്നപ്പോഴും പോസ്റ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല. കേട്ട വാർത്തയിൽ സത്യം ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചത്. എന്നാൽ മരണം എന്ന സത്യത്തെ പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു. 2 വർഷമാകുന്നു കൊല്ലം സുധി ഓർമ്മയായിട്ട്. സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് കുടുംബത്തിന് വീട് ലഭിച്ചു. ഭാര്യ അഭിനയത്തിലേക്ക്, മൂത്ത മകൻ ഉപരിപഠനത്തിനും ചേർന്നു. ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. എന്നാലും ഇന്നും സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മായാതെ നിഴലിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സുധിയുടെ ഭാര്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സുധിച്ചേട്ടൻ. അന്ന് കയ്പമംഗലം പനമ്പിക്കുന്നേൽ അവരുടെ കാർ അപകടത്തിൽപ്പെടുമ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തി ആദ്യം എടുത്തത് ബിനു അടിമാലിയാണ്. പിന്നെയാണ് സുധിച്ചേട്ടൻ എടുക്കുന്നത്. പുറത്തേക്ക് എടുക്കുമ്പോൾ സുധി പറഞ്ഞ് ഒരു വാക്കുണ്ട്, വലിക്കല്ലേടാ പൊന്നോ, വേദനിക്കുന്നു എന്ന്. അപ്പോഴും അദ്ദേഹം മരിക്കും എന്ന് ഓർത്തില്ല എന്നാണ് വൈറൽ കമന്റ്. ഈ കമന്റ് വായിക്കുമ്പോൾ ഞാൻ ആകെ തകർന്നു പോകുന്നു എന്നാണ് രേണു എഴുതിയ മറുപടി. 2023 ജൂൺ 5 ആണ് വടകരയിൽ നിന്ന് സ്റ്റേജ് ഷോ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുധി സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനു അടിമാലി ആഴ്ചകളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാറിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുധിക്ക് ജീവനുണ്ടായിരുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുധി സംസാരിച്ചിരുന്നു. നെഞ്ചിൽ എന്തോ കെട്ടുപോലെ തോന്നുന്നു എന്ന് സുധി തന്നെ ആശുപത്രിയിൽ എത്തിച്ചവരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാവിലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ 6:30 7 മണിയായി ഞാൻ എണീറ്റപ്പം കോള് വന്നുകൊണ്ടിരിക്കുന്നു. താമസിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഒരു കോൾ എടുത്തപ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പം ഇവർ സംഭവം എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ, ഈ വഴി മുഴുവൻ ആൾക്കാരായിരുന്നു. ഞാനിത് അറിയുന്നില്ല.
അപ്പോൾ കിച്ചു മൂത്ത മോൻ ഇവിടെയാണ് കിടക്കുന്നത്, ഞങ്ങൾ അകത്തെ റൂമിൽ. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, പപ്പയും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു, പപ്പായ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു, എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മ ചേട്ടാ വടകര പോയതാണല്ലോ, എന്നെ അടുത്ത് വന്നില്ല, ഇപ്പം വന്ന് കാണും, ഇനിയിപ്പോൾ ഉറക്കമായിരിക്കുമല്ലോ, സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പം എഴുന്നേറ്റ് 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല, ഞാൻ എഴുന്നേറ്റ് 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4 ആയപ്പോൾ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്, എന്തോ എനിക്ക് തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു, അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6:30 7 ഞാൻ എഴുന്നേറ്റ് ഉടനെ വിളിച്ച സൂചിച്ചേട്ടനെയാ. 5 പ്രാവശ്യം വിളിച്ച്. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയിൽ, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല ആരും. അപ്പൊ എനിക്ക് ഡൗട്ട് ഒന്നും അടിച്ചില്ല, നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ആള് മരിച്ചു പോകും, നമ്മൾ ഓർക്കുവോ, ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്നോണ്ട് വേറൊരു കോള്, ചേച്ചി വാർത്തക്കകത്ത് ശരി. അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചിച്ചേട്ടന്, ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ. ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തെന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അപ്പോൾ ഒന്നും അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അവരന്നേരം കട്ട് ചെയ്ത്, 2-3 കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച്. ടി വിയിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല, ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ എന്ന്. അപ്പോൾ അവൻ ഉറക്കത്തില്ല, നല്ല ഉറക്കത്തില്ല. വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന്, എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ, കല്യാണ പാർട്ടി എന്തോ. അപ്പം ഞാൻ പറഞ്ഞു, കിച്ചു ഒന്ന് എണീക്കടാ, നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ദേ ഉറക്കത്തിൽ വിളിച്ചതല്ലേ, ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കയറി. ഞാനിത് കതവ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കും. എത്ര മണിയായിട്ടുണ്ടാവും? 6:30 7 മണിയായി, എന്തായാലും 7 മണിയായി. അപ്പോഴും നിങ്ങൾ ടി വി ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന 24, ഇവരിവിടെ ഇല്ലല്ലോ, വേറെ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കോളും എടുത്തിട്ടിട്ടുമില്ല? 2-3 കോൾ എടുത്ത്. ചേടത്തി ഞാൻ പറഞ്ഞില്ല, ചേടത്തി വിളിച്ച കോൾ എടുത്ത്. അവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല, അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയപ്പോ ആൾക്കാർ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക, എന്തോ സംഭവം എന്ന് ചോദിക്കുന്നില്ല. അപ്പം ചോദിക്കുവാ ഞാനിങ്ങനെ. അപ്പം ഇപ്പുറത്തും ഒരു അമ്മച്ചി ഓടി വന്നില്ല, രേണു ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ, വിനുവടിമാലിയൊക്കെ ഉണ്ടായിരുന്നു, മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു അപകടമാണ്. സുധീർ എന്തോ കയ്യോ കാലോ എങ്ങാണ്ട്. അപ്പം എനിക്ക് കയ്യോ കാലോ ഒടിഞ്ഞാൽ ഇങ്ങനെ ആൾ വരുമോ? അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത്, സ്വിച്ചേണ്ട എന്തായാലും സ്വിച്ചേണ്ട ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സ്വിച്ചേണ്ട ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ട്, അല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല, ഉണ്ടോ ഇല്ലയോ. അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽ സ്വിച്ചേണ്ട ഉണ്ടോ, ആളുണ്ടല്ലോ അല്ലേ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ കിണറ്റുകരെ വന്നങ്ങ് ഇരുന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചേക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ. അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച്, അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അവരവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു, 24-ന്റെ ക്യാമറ എല്ലാം അവിടെ നിപ്പുണ്ട്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ ഒരു കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി, അപ്പുറത്തെ സ്ഥലത്തിലെ ഒരു കുട്ടി ഓടി വന്നതിനോട് ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആൾ പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ ഇരിക്കുവോ, അനങ്ങുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചെന്നോ, നമ്മൾ സ്വപ്നത്തിൽ കരുതുവോ സുധിച്ചേട്ടൻ മരിച്ചെന്ന്.